ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തെ മാത്രമല്ല, മനുഷ്യർ ഇന്നോളം അറിഞ്ഞിട്ടില്ലാത്ത ഇരുട്ടുമൂടിയ സമുദ്രത്തിന്റെ ആഴങ്ങളെയും ചൊവ്വയെയും ശുക്രനെയും സൂര്യന്റെ പുറംപാളിയെ പോലും ISRO ദൗത്യങ്ങളിലൂടെ ഇന്ത്യ പഠിക്കാൻ പോകുന്നു. ഇതൊന്നോ രണ്ടോ പദ്ധതികളല്ല, സഹസ്ര കോടികൾ മുതൽ മുടക്കുള്ള ഒരു പറ്റം പദ്ധതികളാണ്. ഇവയെല്ലാം ലക്ഷ്യം വെക്കുന്നത് ലോകത്തെ കീഴടക്കുക എന്നത് തന്നെ. ശരിക്കും എന്താണ് ഈ പദ്ധതികളെല്ലാം? എങ്ങനെയാണ് ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ പട്ടിണിപ്പാവങ്ങൾ അന്തി ഉറങ്ങുന്ന നമ്മുടെ രാജ്യം ലോകത്തെ കീഴടക്കാൻ ശ്രമിക്കുന്നത്? നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. കണ്ടാലും കേട്ടാലും അത്ഭുതം തോന്നുന്ന ISROയുടെ ഭാവി പദ്ധതികളെക്കുറിച്ചും അതിന് പിന്നിലെ യഥാർത്ഥ കാരണത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോസിനെ കുറിച്ച് പൊതുവെ കമൻറ്റുകൾ കുറവാണ് എന്ന രീതിയിൽ യൂട്യൂബിൽ നിന്നെല്ലാം മെയിൽ വരുന്നുണ്ട്. ഞാൻ പൊതുവെ ലാഗ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമൻറ്റ് ഇടണം എന്ന് പറയാതിരിക്കുന്നത്. എങ്കിലും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ആ പരാതി മാറ്റി കൊടുക്കാം. ഒന്നുകിൽ ഈ വീഡിയോ എങ്ങനെയുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് കമൻറ്റായിട്ട് എഴുതാം. അതോ അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നത് എന്ന കാര്യം ദയവായിട്ട് കമൻറ്റിൽ എഴുതൂ. പറ്റുന്നവരെല്ലാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. രാജ്യത്തെ ദരിദ്രർ പട്ടിണി കിടക്കുന്ന സമയത്ത് ഇന്ത്യ സഹസ്ര കോടികൾ ചിലവഴിച്ച് റോക്കറ്റ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യം പട്ടിണി മാറ്റൂ, എന്നിട്ടാവാം റോക്കറ്റ് എന്നെല്ലാം ചിലർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് അടിസ്ഥാന ബോധമില്ലാത്തതാണ്. ഈ അടുത്ത കാലത്തെ കണക്കുകൾ നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ 2018, 2022 വർഷത്തിലെ മാത്രം കണക്കുകൾ നോക്കിയാൽ 19 രാജ്യങ്ങളുടെ 117 സാറ്റലൈറ്റുകൾ, ഉപഗ്രഹങ്ങൾ ISRO വിക്ഷേപിച്ച് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ചെയ്തത് മൂലം 1100 കോടി രൂപയാണ് കേവലം 4 വർഷം കൊണ്ട് ISRO സമ്പാദിച്ചത്. ഒന്നുകിൽ ആ രാജ്യത്തിന് റോക്കറ്റ് വിജയകരമായി വിക്ഷേപിക്കാൻ വേണ്ട, അല്ലെങ്കിൽ ഉപഗ്രഹങ്ങൾ വിജയകരമായിട്ട് വിക്ഷേപിക്കാൻ വേണ്ട ടെക്നോളജി ഇല്ല, അല്ലെങ്കിൽ അവരുടെ സക്സസ് റേറ്റ് കുറവാണ്. ഇതും അല്ലെങ്കിൽ അവരുടെ ചിലവ് കൂടുതലാണ്. ISROയെ സമീപിച്ചാലായിരിക്കും അവരുടെ രാജ്യത്തു നിന്നും ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിലും ലാഭകരമായിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുക. എന്താണെങ്കിലും ഈ കാര്യം ചെയ്തു കൊടുക്കുന്നതിലൂടെ ISRO നല്ല സമ്പത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആവുമ്പോഴും നമുക്ക് ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ISRO നിർമ്മിക്കപ്പെട്ടിട്ട് കാലങ്ങളേറെയായിരിക്കുന്നു. ഇത്രയും കാലം നമ്മൾ ഒരുപാട് പണം ചിലവഴിച്ചു. അങ്ങനെയുള്ള സമയത്ത് ഈ 1100 കോടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്ര കാലത്തോളം മറ്റ് രാജ്യങ്ങളെ സഹായിച്ചത് മൂലം, അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് മൂലം ഉണ്ടാക്കിയ സമ്പത്ത് എന്ന് പറയുന്നത് വളരെ കുറവ് തന്നെയാണ്. ബഹിരാകാശ രംഗത്ത് ഇന്ത്യ ഉണ്ടാക്കിയ നേട്ടങ്ങൾ, സാറ്റലൈറ്റുകളെല്ലാം വിക്ഷേപിക്കുന്നത് മൂലം ഇന്ത്യൻ വിപണിയിൽ ഉണ്ടായ മാറ്റങ്ങളും ഇന്ത്യക്കുണ്ടായ പുരോഗതിയും എല്ലാം നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിലും ISRO എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ അടുത്ത കാലത്തായിട്ട് വലിയ രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കുന്നു എന്ന സത്യം മാത്രം നമ്മൾ മനസ്സിലാക്കുക. ഇതൊരു നല്ല സൂചനയാണ്. എന്നാൽ ഇതിലും അധികമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. ചന്ദ്രയാൻ നോക്കുകയാണെങ്കിലും ഗഗൻയാൻ, മംഗൾയാൻ, ശുക്രയാൻ, സമുദ്രയാൻ, നിസാർ തുടങ്ങിയ പ്രൊജക്റ്റുകളെല്ലാം നോക്കുകയാണെങ്കിലും ISRO ലോകത്തെ കീഴടക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് സ്പേസ് മിഷനുകൾ ലോകത്തെ കീഴടക്കാനുള്ള പദ്ധതിയായിട്ട് മാറുന്നത് എന്നാണ് വിശദമായിട്ട് ഈ പദ്ധതികളിലൂടെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദിത്യ മിഷൻ ഇന്ത്യയുടെ ആദ്യത്തെ സോളാർ റിസർച്ച് മിഷനാണിത്. അതായത് സൂര്യനെ നിരീക്ഷിക്കുക എന്നതാണ് ആദിത്യ L1 എന്ന ആദ്യ മിഷൻ കൊണ്ട് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. സൂര്യൻ്റെ അന്തരീക്ഷത്തെയും പ്രത്യേകിച്ച് സൂര്യൻ്റെ അപ്പർ അറ്റ്മോസ്ഫിയറായ കൊറോണ എന്ന് പറയുന്ന സ്ഥലത്തെയും നിരീക്ഷിക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അപ്പർ അറ്റ്മോസ്ഫിയറായ കൊറോണയിൽ നിന്ന് ചാർജ്ഡ് കണങ്ങൾ ഒരു കാറ്റ് പോലെ പുറത്തേക്ക് വരാറുണ്ട്. ഇത് ഭൂമിയിലേക്കും എത്തിച്ചേരാറുണ്ട്. ഇതിനെ സോളാർ വിൻഡ് എന്നാണ് പറയുക. നമ്മൾ ചിത്രത്തിലും വീഡിയോസിലും എല്ലാം പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഇത് ഭൂമിക്കൊരു ഭീഷണിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടി വരും. അതുപോലെ സോളാർ വിൻഡുകൾ, സോളാർ പാനലുകളില്ലേ നമ്മൾ റിന്യൂവബിൾ എനർജി ആയിട്ട് യൂസ് ചെയ്യുന്ന, അതിന് തകരാറുകൾ സൃഷ്ടിക്കാറുണ്ട്. അതുപോലെ പവർ ഗ്രിഡുകളിലെ ഇലക്ട്രിക് കറണ്ടുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുമുണ്ട്. ഇപ്പോൾ ആദിത്യ L1 നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് ഇന്ത്യയുടെ PSLV C57 എന്ന വാഹനം ഉപയോഗിച്ചുകൊണ്ടാണ്. ഏതാണ്ട് 125 ദിവസങ്ങൾ കൊണ്ട് ലാഗ്രാഞ്ച് പോയിന്റ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി അവിടെ നിന്നുമാണ് ഈ നമ്മുടെ ആദിത്യ L1 സൂര്യനെ നിരീക്ഷിക്കുക. സൂര്യനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്ന ഇന്ത്യയുടെ ആദ്യത്തെ മിഷനാണിത്. ഈ പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ പുള്ളിൻ്റെ പ്രത്യേകത കൊണ്ട് കുറഞ്ഞ എനർജിയിൽ ഈ വാഹനത്തിന് അവിടെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്തിനാണ് ശരിക്കും സൂര്യനെ നമ്മുടെ ഇന്ത്യയും അമേരിക്ക പോലുള്ള മറ്റ് രാജ്യങ്ങളുമെല്ലാം ഒരു പഠന വിഷയമാക്കി മാറ്റുന്നത്? വാസ്തവത്തിൽ സൂര്യനെ പഠിച്ചാൽ, ശരിക്കും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റ് നക്ഷത്രങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റ് നക്ഷത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗാലക്സി ആയിട്ടുള്ള മിൽക്കി വേയെക്കുറിച്ച് കൂടുതൽ അറിവുകൾ നമുക്ക് കിട്ടും. മിൽക്കി വേയെക്കുറിച്ച് കൂടുതൽ അറിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ മറ്റ് ഗാലക്സികളും എങ്ങനെയാണ് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും.
മറ്റ് ഗാലക്സികൾ കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ വിശാലമായിട്ടുള്ള ഒരു ധാരണ നമുക്കുണ്ടാവും. പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതാണല്ലോ ഗോളാന്തര യാത്രകൾക്കും മറ്റ് സ്ഥലങ്ങളിൽ പോയി മനുഷ്യൻ കോളനി കെട്ടുന്നതിലും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ആ കാര്യങ്ങൾ ഏത് രാജ്യമാണോ ആദ്യം മനസ്സിലാക്കുന്നത്, ആദ്യം ഗോളാന്തര യാത്ര നടത്താൻ ആർക്കാണോ സാധിക്കുന്നത്, അവരായിരിക്കും ഭാവി ലോകത്തെ ഭരിക്കുക എന്നുള്ള കാര്യം ഏറെക്കുറെ നമുക്കറിയാലോ. ഉദാഹരണം പറയാനാണെങ്കിൽ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചൊവ്വയിലേക്ക് പോലും വാഹനങ്ങൾ അയക്കാൻ സാധിക്കുന്നു. എന്നാൽ മറ്റ് രാജ്യങ്ങൾക്ക് അത് സാധിക്കുന്നില്ല. ഇപ്പം നാസയെ നോക്കുകയാണെങ്കിൽ ചിലവ് കൂടിയ മാർഗമാണ് അവർക്കുള്ളത്. ചിലവ് കുറഞ്ഞ മാർഗത്തിലൂടെ അയക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും മറ്റ് രാജ്യങ്ങൾക്ക് മുന്നേ തന്നെ പല പുതിയ അറിവുകളും നേടാനുള്ള അവസരമുണ്ട്. കൂടാതെ സൂര്യൻ എന്ന് പറയുന്നത് ഭൂമിയിൽ ജീവൻ ഉണ്ടാവാനും ഭൂമി ഇങ്ങനെ നിലനിൽക്കാനുമുള്ള പ്രധാനവുമായിട്ടുള്ള കാരണമാണ്. അതുകൊണ്ട് സൂര്യനെ മനസ്സിലാക്കുന്നതിലൂടെ ഭൂമിയിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചും ഭൂമിയിൽ സൂര്യൻ ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ച് അറിയാനും അതുവഴി കാലാവസ്ഥാ മാറ്റങ്ങളെല്ലാം പ്രെഡിക്റ്റ് ചെയ്യാനും കൂടുതൽ ക്ലാരിറ്റിയോടെ ഇന്ത്യക്ക് സാധിക്കുന്നതാണ്. അടുത്തത് സമുദ്രയാൻ മിഷൻ. സമുദ്രയാൻ മിഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സമുദ്രവുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യനെ ഉപയോഗിച്ചുകൊണ്ട് ആഴക്കടലിൽ പര്യവേഷണം നടത്തുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യമാണ് സമുദ്രയാൻ മിഷൻ. കടലിലെ വിഭവ സമ്പത്തുകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക എന്നതാണ് ഈ ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇങ്ങനെ വിഭവ സമ്പത്തുകളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നും അത് തൊഴിൽ വർദ്ധിപ്പിക്കാൻ എങ്ങനെ ഉപയോഗിക്കാമെന്നും ISRO പഠനങ്ങൾ നടത്തുന്നതാണ്. സമുദ്രത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ കാലാവസ്ഥാ വ്യതിയാനത്തെയും സമുദ്രനിരപ്പിൻ്റെ ഉയർച്ച താഴ്ചകളെക്കുറിച്ചും സുനാമിയെക്കുറിച്ചും ഭൂമികുലുക്കത്തെക്കുറിച്ചുമെല്ലാം കൃത്യമായിട്ടുള്ള സൂചനകൾ നമുക്ക് മുൻകൂട്ടി നൽകുന്നതാണ്. അതുകൂടാതെ സമുദ്രത്തിലെ ജീവനുകളെക്കുറിച്ചുമെല്ലാമുള്ള പ്രത്യേക പഠനങ്ങൾ ISRO നടത്തുന്നതാണ്. സമുദ്രയാൻ എന്ന ഇന്ത്യയുടെ പദ്ധതിയുടെ തുടക്കം 2026 എന്നാണ് കരുതുന്നത്. ഇതൊരു സബ്മേഴ്സിബിൾ പ്രോജക്റ്റാണ്. നമുക്കറിയാലോ സബ്മേഴ്സിബിൾ എന്ന് പറയുന്ന മുങ്ങിക്കപ്പൽ പോലെയല്ല സ്വന്തമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കാത്ത മറ്റൊരു കപ്പലിൻ്റെ സഹായത്തോടെ മാത്രം പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന സബ്മേഴ്സിബിൾ കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നതാണ്. മത്സ്യ 6000 എന്ന് പേരിട്ടിട്ടുള്ള സബ്മേഴ്സിബിളിൽ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും 6000 മീറ്റർ അഥവാ 6 കിലോമീറ്റർ താഴ്ചയിൽ പോയിട്ടാണ് സമുദ്രയാൻ പ്രൊജക്റ്റിലൂടെ പര്യവേഷണങ്ങൾ നടത്തപ്പെടുക. സമുദ്രത്തിൻ്റെ വിഭവ സമ്പത്തുകളെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയാൽ അതെങ്ങനെ സമ്പത്താക്കി മാറ്റാമെന്ന കാര്യം നമുക്കറിയുന്നതാണ്. അല്ലെങ്കിൽ അത്തരം പുതിയ നിധികൾ കണ്ടെത്താൻ ഇന്ത്യക്ക് സാധിച്ചാൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ കാര്യമായ രീതിയിൽ തന്നെ അത് ഗുണകരമായിട്ട് ബാധിക്കുന്നതുമാണ്. നമുക്ക് മറ്റൊരു കാര്യവും ഈ പ്രൊജക്റ്റിനെ കുറിച്ച് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഏതാണ്ട് 12 മണിക്കൂറോളം പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇത് ഡിസൈൻ ചെയ്യുക. എന്നാൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ 96 മണിക്കൂർ വരെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ അതിനുള്ളിലുണ്ടാവും. ഏതാണ്ട് 4077 കോടി രൂപയാണ് സമുദ്രയാൻ പ്രൊജക്റ്റിന് ആവുമെന്ന് കണക്കാക്കപ്പെടുന്നത്. അടുത്ത പദ്ധതിയാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. ഗഗൻയാൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ത്യയുടെ ആദ്യത്തെ മാൻഡ് സ്പേസ് പ്രോഗ്രാമാണ്. ബഹിരാകാശത്തേക്ക് മനുഷ്യരെ അയക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പദ്ധതിയാണ്. ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും ഇന്ത്യയുടെ ആദ്യത്തെ പദ്ധതിയോ, അപ്പോൾ രാകേഷ് ശർമ്മ എന്ന് പറയുന്ന ആൾ ബഹിരാകാശത്ത് പോയിട്ടുള്ളതല്ലേ, അതുപോലെ കൽപ്പന ചൗള ബഹിരാകാശത്ത് പോയിട്ടുള്ളതല്ലേ, ഇന്ത്യക്കാർ പലപ്പോഴും ബഹിരാകാശത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം മറ്റ് ബഹിരാകാശ ഏജൻസികളുടെ ഭാഗമായിട്ടാണ്. ഇന്ത്യയുടെ ISROയുടെ ഭാഗമായി ഇതുവരെ ആരും തന്നെ ബഹിരാകാശത്തേക്ക് പോയിട്ടില്ല. ഏതാണ്ട് 400 കിലോമീറ്ററോളം ഉയരത്തിൽ 3 പേരുമായി പോകുന്ന വാഹനം 3 ദിവസം സർവൈവ് ചെയ്ത് തിരിച്ച് കടലിൽ ലാൻഡ് ചെയ്യുന്നത് പോലെയാണ്, ക്യാപ്സ്യൂളുകളിലായിട്ട് കടലിൽ ലാൻഡ് ചെയ്യുന്നത് പോലെയാണ് ഈ പദ്ധതി ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഏതാണ്ട് 1 ബില്യണിലധികം 9000 കോടി രൂപയോളമാണ് ഈ പദ്ധതിക്ക് ചിലവാവും എന്ന് കരുതപ്പെടുന്നത്. നമ്മൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ചന്ദ്രനെ ആണെങ്കിലും ചൊവ്വയെ ആണെങ്കിലും സൂര്യനെ ആണെങ്കിലും എല്ലാം നിരീക്ഷിച്ചത് കൊണ്ട് മാത്രം കാര്യമായിട്ടില്ലല്ലോ. ഗോളാന്തര യാത്രയ്ക്ക് പോകാൻ വേണ്ടി അല്ലെങ്കിൽ സ്പേസ് ടൂറിസത്തിൻ്റെ ഭാഗമാവാനെല്ലാം ഇന്ത്യക്ക് സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഗഗനയാൻ പോലുള്ള പദ്ധതികൾ നടത്തേണ്ടതായിട്ടുണ്ട്. മനുഷ്യരെ ബഹിരാകാശത്തെത്തിച്ച് തിരിച്ചു കൊണ്ടുവരുന്നത് പോലുള്ള പദ്ധതികൾ ISRO നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കപ്പെടുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് മംഗൾയാനാണ്. പലരും കേട്ടിട്ടുണ്ടാവും. MOM അഥവാ മാസ് ഓർബിറ്റർ മിഷനാണ് മംഗൾയാൻ. ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ ഇന്റർ പ്ലാനറ്ററി മിഷനായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. 2013 നവംബർ മാസം 5-ാം തീയതിയാണ് മംഗൾയാൻ ആദ്യമായിട്ട് യാത്ര പോകുന്നത്, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ലോഞ്ച് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. 6 മാസത്തോളം ഇത് പ്രവർത്തിക്കും എന്നാണ് കരുതപ്പെട്ടിരുന്നത്.
എന്നാൽ 8 വർഷം കൃത്യമായിട്ട് തന്നെ ഈ മംഗൾയാൻ പ്രവർത്തിച്ചിരുന്നു. 2022 ഏപ്രിൽ മാസത്തിലാണ് ആദ്യത്തെ മംഗൾയാനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് നഷ്ടപ്പെട്ടത്. ഇനി അടുത്ത മംഗൾയാൻ പ്രൊജക്റ്റുകളും ഇന്ത്യ നടപ്പിലാക്കുന്നുണ്ട്. 2024 ചൊവ്വയെ നിരീക്ഷിക്കുന്ന മംഗൾയാൻ ദൗത്യത്തിന്റെ 2ാം ഘട്ടം നടപ്പിലാക്കും എന്ന് കരുതപ്പെടുന്നത്. നമുക്കറിയാം, ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഭൂമി കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാൻ സാധിക്കുമെന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. ഈലോൺ മസ്കിന്റെ കാര്യമെല്ലാം നോക്കുകയാണെങ്കിൽ ചൊവ്വയിൽ കോളനി കെട്ടുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പോലും ആഗ്രഹമായിട്ട് പറയുന്നത്. ഭാവിയിൽ മനുഷ്യന് കോളനി കെട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ചൊവ്വ. അതുകൊണ്ട് തന്നെ ചൊവ്വയെ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിയാൽ നമുക്ക് അങ്ങോട്ട് പോകാനും അവിടെ താമസിക്കാനുമുള്ള ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലോകത്തെ ഭരിക്കുന്ന രീതിയിൽ ഇന്ത്യക്ക് മാറാൻ സാധിക്കും. മംഗൾയാൻ ഇന്ത്യയുടെ ആദ്യത്തെ ഇന്റർ പ്ലാനറ്ററി മിഷൻ ആയിരുന്നുവെങ്കിലും ഒറ്റ പ്ലാനറ്റ് കൊണ്ട് നിർത്താൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. ശുക്രനെ നിരീക്ഷിക്കുന്ന ശുക്രയാൻ എന്ന പദ്ധതിയും ഇന്ത്യ ഉടൻ നടപ്പിലാക്കും എന്നാണ് കരുതപ്പെടുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ചന്ദ്രയാനാണ്. ചന്ദ്രയാൻ ഇന്ത്യക്ക് തന്നെ അഭിമാനമായിട്ടുള്ള സീരീസ് ഓഫ് പദ്ധതികളാണ്. ചന്ദ്രയാൻ 1 വലിയ വിജയമായിരുന്നു. അത് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യിക്കാനല്ല നമ്മൾ ശ്രമിച്ചത്, ചന്ദ്രനിൽ ഇടിച്ചിറക്കുന്ന രീതിയിലായിരുന്നു നമ്മൾ പദ്ധതി വിഭാവനം ചെയ്തത്. ആ രീതിയിൽ തന്നെ നമ്മൾ നടപ്പിലാക്കുകയും ചെയ്തു. ചന്ദ്രയാനാണ് ചന്ദ്രനിൽ ജലത്തിൻ്റെ സാന്നിധ്യം ആദ്യമായി തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇന്ത്യക്കാണ് ഇപ്പോഴും ആ റെക്കോർഡുള്ളത്. എന്നാൽ നമ്മൾ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആദ്യഘട്ടങ്ങളിൽ ഇന്ത്യയുടെ ഈ നേട്ടം അംഗീകരിക്കാൻ പല ലോകരാഷ്ട്രങ്ങളും തയ്യാറായിരുന്നില്ല. എന്നാൽ നാസ കൺഫേം ചെയ്തതിന് ശേഷമാണ് പല മാഗസിനുകളിലും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പോലും വന്നത്. ചന്ദ്രയാൻ 2 നമ്മൾ നോക്കുകയാണെങ്കിൽ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുക എന്ന ദൗത്യമായിരുന്നു നമ്മൾ ഏറ്റെടുത്തത്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇതുവരെ ഒരു രാജ്യത്തിനും സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന റിസ്ക് പരിഗണിച്ച് നമ്മൾ അന്നൊരു സോഫ്റ്റ് ലാൻഡിങ് ശ്രമം നടത്തി. എന്നാൽ അതൊരു പരാജയമായിട്ട് മാറി. അവസാന ഘട്ടത്തിൽ ഉള്ള ഒരു പരാജയമാണ് നമുക്ക് സംഭവിച്ചത്. എന്നാൽ ഈ പരാജയത്തിൽ പതറാതെ ചന്ദ്രയാൻ 3 നമ്മൾ ലോഞ്ച് ചെയ്യുകയും ചെയ്തു. ചന്ദ്രനിൽ തന്നെ സോഫ്റ്റ് ലാൻഡ് ചെയ്ത 4ാമത്തെ രാജ്യമായിട്ട് മാറാനും ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ഏക രാജ്യവും പ്രഥമ രാജ്യവുമായിട്ട് മാറാനും ഇന്ത്യക്ക് സാധിച്ചു. സൾഫറിൻ്റെയും ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ജലത്തിൻ്റെയും എല്ലാം സാന്നിധ്യം ഇതിനോടകം ചന്ദ്രയാൻ കണ്ടെത്തിയിട്ടുണ്ട്. ചന്ദ്രയാൻ്റെ 4ാമത്തെ ഘട്ടവും ഉടൻ തന്നെ വരുന്നതാണ്. ആ ദൗത്യം ഇന്ത്യയും ജപ്പാനും സംയുക്തമായിട്ടാണ് നടപ്പിലാക്കാൻ പോകുന്നതും. എന്തിനാണ് വാസ്തവത്തിൽ ഇന്ത്യയും മറ്റ് ലോകരാജ്യങ്ങളും ചന്ദ്രനെ പഠിക്കാൻ ഇത്രത്തോളം താല്പര്യം പ്രകടിപ്പിക്കുന്നത്? അമേരിക്ക പോലും പതിറ്റാണ്ടുകൾക്ക് മുന്നേ ഉപേക്ഷിച്ച ദൗത്യങ്ങൾ വീണ്ടും തുടരുകയാണ്. ചന്ദ്രൻ വീണ്ടും ലോകത്തിൻ്റെ കണ്ണിലൊരു മിസ്റ്ററി ആയിട്ട് മാറിയിരിക്കുന്നു. ചന്ദ്രനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന താല്പര്യം ലോകത്തിലെ പല രാഷ്ട്രങ്ങൾക്കും ഉണ്ടാകുന്നുണ്ട്. അത് മറ്റൊന്നുകൊണ്ടല്ല, ചന്ദ്രനിൽ ജലത്തിൻ്റെ അളവ് ധാരാളം ഉണ്ട് എന്ന് ഇപ്പോൾ കരുതപ്പെടുന്നുണ്ട്. ജലം കൂടുതലായിട്ടുണ്ടെങ്കിൽ ജീവൻ ഉണ്ടാവാനും സാധ്യതയേറെയാണ്. ജീവൻ ഉണ്ടെങ്കിൽ ഭൂമിക്ക് പുറത്ത് ജീവൻ എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊരു പക്ഷേ നമ്മൾ മറ്റ് ഗ്രഹങ്ങളിലേക്ക് ചേക്കേറുന്ന സമയത്ത് വലിയ രീതിയിൽ നമുക്ക് ഉപകാരമായിട്ട് മാറിയേക്കാം. അതുകൂടാതെ നമ്മൾ മറ്റ് ഗ്രഹങ്ങളിലേക്കുള്ള യാത്രകളെല്ലാം ഭാവിയിൽ നടത്തുകയാണെങ്കിൽ ചന്ദ്രനെ നമുക്കൊരു ബേസ് ക്യാമ്പായിട്ട് ഉപയോഗിക്കാമെന്ന് പല പഠനങ്ങളും ഉണ്ട്. അതായത് ചന്ദ്രനിൽ ഇറങ്ങി ചന്ദ്രനിൽ സൾഫർ ഉണ്ടെന്നും ഹൈഡ്രജൻ ഉണ്ടെന്നും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റോക്കറ്റ് ഫ്യൂവൽ ഉണ്ടാക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ റോക്കറ്റുകൾക്കെല്ലാം ഫ്യൂവൽ നിറച്ച് അല്ലെങ്കിൽ വാഹനങ്ങളിൽ ഫ്യൂവൽ നിറച്ച് വീണ്ടും പോകാനും തിരിച്ചിറങ്ങി ഫ്യൂവൽ വീണ്ടും നിറയ്ക്കാനുള്ള സൗകര്യമെല്ലാം ചന്ദ്രനിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചന്ദ്രനിൽ റെയർ മിനറലുകൾ ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ, വലിയ അളവിലുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഭൂമിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവയെ കൊണ്ടുവരേണ്ട ഒരു സാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് രാജ്യമാണോ കൊണ്ടുവരുന്നത് ആ രാജ്യത്തിന് തീർച്ചയായിട്ടും അത് എക്കണോമിക്കായിട്ട് കൊണ്ടുവരണം, സാമ്പത്തിക നേട്ടമാവാൻ സാധ്യത ഏറെയാണ്. ഹീലിയം 3 ഐസോട്ടോപ്പ് ഇതിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഹീലിയം 3 ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് ഭൂമിയിൽ റെയർ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ 1 ലിറ്ററിന് ഏതാണ്ട് 1.5 ലക്ഷം രൂപയോളം വിലയുണ്ട്. ആ സാധനം കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചന്ദ്രനിൽ അധികമായിട്ടുള്ള സാധനമാണ്. അത് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ, എക്കണോമിക്കായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ കൊണ്ടുവരുന്ന രാജ്യത്തിന് വലിയ രീതിയിൽ സാമ്പത്തിക ലാഭമാക്കി മാറ്റുകയും ചെയ്യാം. ഭൂമിയിലെ തന്നെ ഊർജ്ജ പ്രതിസന്ധി ഒരുപക്ഷെ എന്നേക്കുമായി പരിഹരിക്കപ്പെട്ടേക്കാം. അടുത്തതാണ് നിസാർ പ്രൊജക്റ്റ്. നാസയും ISROയും കൈകോർത്ത് നടത്തുന്ന ഒരു ഉപഗ്രഹ നിർമ്മാണമാണിത്. ഉപഗ്രഹത്തിൻ്റെ പ്രൊജക്റ്റാണിത്. നിസാർ ഒരു റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ്. ഈ ഉപഗ്രഹം വിക്ഷേപിക്കപ്പെട്ടാൽ ഓരോ 12 ദിവസവും ഭൂമിയിലെ എല്ലാ ഭാഗങ്ങളും ഇതിന് മാപ്പ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ മാപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭൂമി കുലുക്കം, സുനാമി പോലുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ, എന്തെങ്കിലും മാറ്റങ്ങൾ എക്കോളജിക്കലി മാറ്റങ്ങൾ ഭൂമിയിൽ വരികയാണെങ്കിൽ കൃത്യമായിട്ട് തിരിച്ചറിയാൻ ഇന്ത്യക്ക് സാധിക്കുന്നതാണ്. ഇപ്പോഴുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റായി ഇത് മാറും എന്നാണ് കരുതപ്പെടുന്നത്. ഏതാണ്ട് $1.5 ബില്യൺ ആണ് ഇതിന് വില വരുമെന്ന് കണക്കാക്കുന്നത്. ഏതാണ്ട് ഒരു
12,000 കോടി രൂപയിലധികം. മേൽപ്പറഞ്ഞതൊന്നും കൂടാതെ ധാരാളം ഉപഗ്രഹങ്ങളെ കാലങ്ങളായിട്ട് ഇന്ത്യ വിക്ഷേപിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണങ്ങളെ തുരങ്കം വയ്ക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായിട്ടുണ്ട്. ക്രയോജനിക് എഞ്ചിനുമായി ബന്ധപ്പെട്ട വലിയ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ കേട്ടിട്ടെങ്കിലും ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. അതിൽ നിന്നെല്ലാം ആ പ്രതിബന്ധങ്ങളെല്ലാം വകഞ്ഞു മാറ്റി ധാരാളം ഉപഗ്രഹങ്ങളെ ഇന്ത്യ വിക്ഷേപിച്ചിട്ടുണ്ട്. ആ ഉപഗ്രഹങ്ങളിൽ രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്നതും GPS പോലുള്ള നാവിഗേഷനുമായി ബന്ധപ്പെട്ടതും പ്രകൃതിക്ഷോഭങ്ങൾ, കൃഷിയിലെ മാറ്റങ്ങൾ, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നതുമായ എല്ലാം തന്നെ ഇന്ത്യയുടേതായി തന്നെയുണ്ട്. മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇന്ത്യ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്നതിന് തൊട്ടു മുൻപ് മറ്റൊരു വാഹനം അങ്ങോട്ട് പോയിരുന്നു. ലൂണ 25 എന്ന റഷ്യയുടെ വാഹനമായിരുന്നു. എന്നാൽ അവർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവർ ക്രാഷ് ലാൻഡ് ചെയ്തു പോയി. അമേരിക്കയുടെ തന്നെ വലിയ വലിയ മൂൺ മിഷനുകൾ ഉടൻ തന്നെ വരുമെന്ന് നാസ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ജപ്പാൻ നോക്കുകയാണെങ്കിലും ചൈന നോക്കുകയാണെങ്കിലും അറബ് രാജ്യങ്ങൾ നോക്കുകയാണെങ്കിലും ബഹിരാകാശ രംഗത്ത് വലിയ രീതിയിലുള്ള ഒരു സ്പേസ് റേസ് ആരംഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവർ മാത്രമല്ല, ബില്യണേഴ്സിൻ്റെ ഇടയിൽ പോലും ഒരു സ്പേസ് റേസ് നടക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ബഹിരാകാശ ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കൂടുതൽ വിശദീകരണം ആവശ്യമില്ലാത്ത മറ്റൊരു കാര്യം കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. പണമുള്ള രാജ്യമായിരിക്കും തീർച്ചയായിട്ടും ഭൂമിയെ ഭരിക്കുക. കൂടുതൽ പണമുണ്ടെങ്കിൽ കൂടുതൽ പവർ ഉണ്ടാവും. അവർക്ക് ലോകത്തിൻ്റെ നിരവധിയായിട്ടുള്ള നയങ്ങളിൽ പോലും തീരുമാനമെടുക്കാനുള്ള ശക്തിയും ഉണ്ടാവും. അതെല്ലാം സമ്മതിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ബഹിരാകാശ രംഗത്തിന് അല്ലെങ്കിൽ ISROയുടെ സമുദ്രയാനടക്കമുള്ള പ്രൊജക്റ്റുകൾക്ക് എങ്ങനെയാണ് രാജ്യത്തിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കുക? ഇതിൻ്റെ ഉത്തരം നമ്മൾ മുന്നേ തന്നെ പറഞ്ഞതാണ്. സമുദ്രത്തിൽ നമ്മൾ പര്യവേഷണം നടത്തുന്നത് സമുദ്രത്തിൻ്റെ വിഭവങ്ങളെ കണ്ടെത്താനും അത് രാജ്യത്തിൻ്റെ വരുമാനം ഉയർത്താനും രാജ്യത്ത് തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാനും എങ്ങനെ കാരണമാവും എന്ന് കണ്ടെത്താനാണ്. ചന്ദ്രനിൽ നമ്മൾ പര്യവേഷണം നടത്തിയിട്ട് അവിടെ എന്തെല്ലാം മൂലകങ്ങളുണ്ട് എന്ന് കണ്ടെത്തുന്നത് തീർച്ചയായിട്ടും ഭാവിയിൽ റെയർ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഭൂമിയിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ലാഭമാക്കി മാറ്റാൻ വേണ്ടി തന്നെയാണ്. ഗോളാനന്തര യാത്രകളും ബഹിരാകാശ ടൂറിസവും ഭാവിയിൽ വലിയൊരു ബിസിനസ് ആവുമെന്നും വലിയ ബൂം ചെയ്യാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്നും മനസ്സിലാക്കിയിട്ടാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരെല്ലാം വലിയ രീതിയിലുള്ള തുക ഇതിൽ മുടക്കിയിട്ടുള്ളത്. ബില്യണേഴ്സ് നടത്തുന്ന സ്പേസ് റേസും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാവാൻ പ്രൈവറ്റ് കമ്പനികൾക്ക് മാത്രമല്ല, ഗവൺമെൻറ് കമ്പനികൾക്കും സാധിക്കുന്നതാണ്, ഇന്ത്യക്കും സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു സാധ്യതയും നമ്മൾ മുൻകൂട്ടി കാണുന്നുണ്ടാവണം. കൃഷിയും കാലാവസ്ഥയും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും രാജ്യസുരക്ഷയും ദുരന്ത നിവാരണവും എല്ലാം തന്നെ ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. രാജ്യത്ത് എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ, സുരക്ഷയ്ക്ക് എന്തെങ്കിലും കോട്ടം സംഭവിച്ചാൽ ആ രാജ്യത്തിൻ്റെ എക്കോണമി തകരുന്നതാണ്. വിദേശ ഇൻവെസ്റ്റേഴ്സ് അങ്ങോട്ട് വരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇതിനെയെല്ലാം കൃത്യമായി പരിപാലിക്കുന്ന രീതിയിലുള്ള ഒരു യുദ്ധസമയത്ത് ഇന്ത്യയുടെ GPS അമേരിക്ക പിൻവലിച്ചിരുന്നു. അമേരിക്ക നൽകിക്കൊണ്ടിരുന്ന GPS പിൻവലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്വന്തമായി അത്തരമൊരു ടെക്നോളജി വികസിപ്പിച്ചെടുക്കാൻ ഇന്ത്യ ശ്രമിച്ചതും. മേൽപ്പറഞ്ഞ പല കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഭാവിയിലേക്ക് വിദൂരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എത്ര ബില്യണാണ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഈ മേഖലയിൽ വിജയിക്കുന്ന രാജ്യത്തിന് ലോകത്തെ തന്നെ കീഴടക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള സാധ്യതകളാണ് മുന്നിലുള്ളത്. എന്നാൽ ആ കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റിവെക്കാം. ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം മാത്രം വെച്ച്, നാസയുടെ കണക്ക് മാത്രം വെച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. 2021 കണക്ക് മാത്രം പരിഗണിച്ചാൽ നാസ ഉണ്ടാക്കിയിട്ടുള്ള എക്കണോമിക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 71 ബില്യണാണ്. 2019 കണക്കുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്താൽ 11% വർധനവാണ്. ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ 3.4 ലക്ഷം പേർക്ക് ജോലി നൽകാൻ നാസയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ടാക്സ് ഇനത്തിൽ മാത്രം രാജ്യത്തിന് ലഭിച്ചത് $8 ബില്യൺ ആയിരുന്നു. അതായത് ഒരൊറ്റ വർഷത്തെ കണക്ക് നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് ബഹിരാകാശ രംഗവുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ പണത്തിൻ്റെ ബിസിനസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കൂടുതൽ പണം മാർക്കറ്റിലേക്ക് വരിക, കൂടുതൽ പേർക്ക് ജോലി കിട്ടുക, ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുക, നമുക്കുണ്ടാവുന്ന സയൻസും ടെക്നോളജികളും എല്ലാം വർദ്ധിക്കുക, കൂടുതൽ നന്നായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുക, അതുമൂലം തന്നെ പട്ടിണി സ്വാഭാവികമായിട്ട് മാറുക എന്നതെല്ലാമാണ് സ്പേസ് മിഷനിലൂടെ എല്ലാ ലോകരാഷ്ട്രങ്ങളും ലക്ഷ്യമിടുന്നത്. സയൻസ് വികസിക്കുന്ന മുറയ്ക്ക് മനുഷ്യൻ്റെ ജീവിത നിലവാരം വർദ്ധിക്കും, പട്ടിണി ഇല്ലാതാവുമെന്നത് നമുക്കറിയുന്നതാണ്. റോക്കറ്റ് വിട്ടാൽ പട്ടിണി മാറുമോ എന്ന് ചോദിക്കുന്നവരോട് ഈ കാര്യങ്ങൾ മാത്രം വെച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ്. ഞാൻ പൊതുവെ അവരോട് സംസാരിക്കാറില്ല, കാരണം സംസാരിച്ചാൽ മനസ്സിലാവുന്നവരോടല്ലേ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. എന്താണെങ്കിലും ആ കാര്യങ്ങൾ നമുക്ക് വിടാം. നമ്മൾ മനുഷ്യൻ്റെ ഗോളാനന്തര യാത്രയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് സംഭവിക്കും. മനുഷ്യൻ മറ്റ് ഗ്രഹങ്ങളിൽ കോളനി കെട്ടുമെന്ന കാര്യം തർക്കമില്ലാത്തതാണ്. എന്നെങ്കിലും ഒരു ദിവസം അത് സംഭവിക്കുക തന്നെ ചെയ്യും.
അത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു രാജ്യത്തിന്, എല്ലാ രാജ്യത്തിനും ആ ടെക്നോളജി ഉണ്ടാവണമെന്നില്ല. നമ്മൾ സ്പേസിലേക്ക് എത്താൻ അമേരിക്ക എത്തിയതിന് ശേഷം ഒരുപാട് കാലങ്ങൾ എടുത്തിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ സ്പേസിലെത്തിയത്, നമ്മൾ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തത്, നമ്മൾ ചൊവ്വയെ നിരീക്ഷിക്കാൻ പോയത്. അതുപോലെ തന്നെ ഏതെങ്കിലും രാജ്യത്തിന് ഈ ഒരു ടെക്നോളജി കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ ഏതെങ്കിലും രാജ്യത്തിന് സാധിച്ചു കഴിഞ്ഞാൽ, അത് നമ്മുടെ ഇന്ത്യ ആണെങ്കിൽ പോലും ആ രാജ്യം ഭൂമിയെ മാത്രമല്ല സൗരയൂഥത്തെ മുഴുവനായിട്ട് അടക്കി ഭരിക്കും എന്ന കാര്യം തർക്കമില്ലാത്തതാണ്. അത് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇന്ത്യ നടത്തുന്ന ഈ സ്പേസ് മിഷനുകൾ വെറുതെ റോക്കറ്റ് വിട്ട് രസിക്കാനോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ ചുമ്മാ മനസ്സിലാക്കാനോ വേണ്ടി മാത്രമുള്ളതല്ല, ലോകത്തെ ഭരിക്കാൻ കൂടെ വേണ്ടിയുള്ളതാണ്. അപ്പോഴെന്തായാലും ഇന്ന് വളരെ ചുരുക്കി പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് കരുതുന്നത്. ഇത് ശരിക്കും ഓരോ പ്രൊജക്റ്റും ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാനുള്ളതാണ്, ചുരുക്കിയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻറ്റിൽ എഴുതണം. കൂടുതൽ പേരിലേക്ക് എത്താൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം.